ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോ സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഗെറ്റ് റെഡി ഫോർ കോളേജ്. അങ്ങനെ ഞാൻ കോളേജിൽ പോകണം. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഞാൻ ഏതാണ് പഠിക്കാൻ പോകുന്നത്, PGക്കാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡിഗ്രി എടുക്കാൻ പോകണം, ഒക്കെയുള്ള ഞാൻ വീഡിയോയുടെ വഴിയെ പറയാം. സോ ഗൈസ്, നമുക്ക് ഗെറ്റ് റെഡി ആവാം. അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യാം. സോ ഇപ്പം നിങ്ങൾ പോയി, ഞാൻ ഓൾറെഡി സ്കിൻ കെയർ ഒക്കെ ചെയ്തിരിക്കുകയാണ്, പോയി നിങ്ങൾ സ്കിൻ കെയർ കണ്ടിട്ട് വാ. നമ്മൾ എവിടെ നോക്കിയാലും കാണുന്ന ഒരു സാധനം സ്നെയിൽ മ്യൂസൻ എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ട് വാങ്ങണം. നിങ്ങൾക്ക് ഈ ഒരു ഡെർമാക്കോടെ സ്നെയിൽ പെപ്റ്റൈഡ് 96 ഹൈഡ്രേറ്റിംഗ് സിറം യൂസ് ചെയ്യാം. അതിന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് 96 പ്യുവർ സ്നെയിൽ സെക്രേഷൻ ഫിൽട്രേറ്റും ആൻഡ് ഓൾസോ 2% പെപ്റ്റൈഡ് കോംപ്ലക്സും 2% നയസിനമൈഡും വരുന്നുണ്ട്. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റ് ഭയങ്കര അടിപൊളിയുള്ള പ്രോഡക്റ്റ്, എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പ്രോഡക്റ്റാണ്. ഇതിനകത്ത് നമ്മുടെ സ്കിന്ന് ബ്രൈറ്റൻ ആക്കാനും ഡ്രൈനെസ് മാറ്റാൻ അടിപൊളിയാണ്. പെപ്റ്റൈഡ് കോംപ്ലക്സ് കൊളാജൻ പ്രൊഡക്ഷൻ കൂട്ടും ആൻഡ് ഓൾസോ നമ്മുടെ സ്കിന്നിലുള്ള പിഗ്മെൻറ്റേഷനൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. സ്കിൻ ടെക്സ്ചർ ഇമ്പ്രൂവ് ചെയ്യും. നയസിനമൈഡ് നോക്കുകയാണെങ്കിൽ നമ്മളെ ഓയിൽ കൺട്രോൾ ചെയ്യാനും നമ്മുടെ ഡാർക്ക് സ്പോട്ട്സും സ്കാഴ്സൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് അടിപൊളിയായിട്ടുള്ളതാണ്. ഇപ്പം നിങ്ങൾക്ക് ചെറിയ രീതിക്കൊക്കെ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഉണ്ടെന്നെങ്കിൽ നിങ്ങൾക്ക് ഹൈഡ്രേഷനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ. ഡീപ്പിലി ഹൈഡ്രേറ്റ് ചെയ്യും, പിഗ്മെൻറ്റേഷൻ ഇതൊക്കെ മാറ്റി നമ്മുടെ സ്കിൻ സപ്പിൾ ആൻഡ് ഹെൽത്തി ആയിട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ വാങ്ങിച്ചൊരു സാധനമാണ് ഈ ഒരു സ്നെയിൽ പെപ്റ്റൈഡ് 96 അണ്ടർ ഐ റിപ്പയർ ക്രീം ബൈ ദ ഡെർമാക്കോ. നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഞാൻ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കി, പക്ഷേ എനിക്കിത് ഇഷ്ടപ്പെട്ടു. നമ്മുടെ ഡാർക്ക് സർക്കിൾസും പഫ്നെസ് ഒക്കെ മാറ്റാൻ അടിപൊളിയാണ്. പിന്നെ കറക്റ്റായിട്ട് ഉറങ്ങിയ കൂടെ ആണ് കേട്ടോ ഡാർക്ക് സർക്കിൾ മാറണമെന്നുണ്ടെങ്കിൽ. പഫ്നെസ് ഒക്കെ അടിപൊളിയായിട്ട് മാറും. ആൻഡ് ഓൾസോ നമ്മുടെ കണ്ണിന് ചുറ്റും ഉണ്ടാകുന്ന ലൈൻസ് റിങ്കിൾസും മാറ്റാൻ, സ്കിന്നിൻ്റെ ഹെൽത്ത് ലൈക്ക് സ്കിൻ ബാരിയർ ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇതിൻ്റെ അകത്ത് 1% പെപ്റ്റൈഡും 2% കഫീനൊക്കെയാണ് വരുന്നത്. ആൻഡ് നോക്കുകയാണെങ്കിൽ എന്താ ഡാർക്ക് സർക്കിൾസ് മാറ്റാനും നമ്മുടെ കണ്ണിനെ ചുറ്റും ഒരു റിജുവിനേഷനൊക്കെ തരാൻ വേണ്ടിയിട്ട് ഈ ഒരു സാധനം അടിപൊളിയാണ്. നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡെർമാക്കോയിൽ നിന്ന് ഒരു തവണ പ്രോഡക്റ്റ്സ് വാങ്ങുമ്പോഴും നമ്മൾ 20,000-ലധികം സ്റ്റുഡൻസിനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് എഡ്യൂക്കേറ്റ് എലോങ് വിത്ത് ഭൂമി. പിന്നെ നമ്മുടെ ഡെർമാക്കോയുടെ ഓരോ പ്രോഡക്ട്സും ഫ്രാഗ്രൻസ് ഫ്രീ ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ആണ്. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റ്സ് ആമസോൺ, നൈക്ക, ഫ്ലിപ്കാർട്ട്, പർപ്പിളിലും അവൈലബിൾ ആണ്. അതുമാത്രമല്ല ഗ്ലാമി 2024 എന്നുള്ള കോഡ് ടൈപ്പ് എടുത്താൽ 20% ഡെർമാക്കോയുടെ വെബ്സൈറ്റിൽ തന്നെ അവൈലബിൾ ആണ്. ചെക്ക് ചെയ്ത് നോക്കുക. പ്രോഡക്റ്റിനെ ടാഗ് ചെയ്തെടുത്തേക്കാം. സോ കോളേജിൽ പഠിക്കുന്ന പിള്ളേരായാലും സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരായാലും സൺസ്ക്രീൻ മസ്റ്റ് ഹാവ് ആയിട്ടുള്ള സംഭവമാണ്. അപ്പം അത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. കാരണം അത് യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനിയിപ്പോൾ എത്ര സിറോ ഇട്ടെന്ന് പറഞ്ഞാലും എത്ര കൂടിയ മോയ്സ്ചറൈസർ ഇട്ടെന്ന് പറഞ്ഞാലും ഇതാവില്ല. ഞാൻ അഫോർഡബിൾ ആയിട്ടുള്ള എൻ്റെ ഞാൻ ആക്ച്വൽ സ്കിൻ കെയർ റുട്ടീൻ ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് നമ്മൾ ഇവിടെ നിൽക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ ബ്രാൻഡ്സ് PR-നൊക്കെ അയച്ചു തരുമ്പോൾ ഓഫ്കോഴ്സ് നമ്മൾ ട്രൈ ചെയ്ത് നോക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രോഡക്ട്സുകളൊക്കെ കൂടെ മാറിപ്പോകും. അങ്ങനെ നമുക്ക് ആക്ച്വലായിട്ട് അങ്ങനെ ഞാൻ യൂസ് ചെയ്യണമെങ്കിൽ തന്നെ ഞാൻ ആക്ച്വലി യൂസ് ചെയ്യണ ഈ ഒരു പെപ്റ്റൈഡ് സീറോ, വൈറ്റമിൻ C സീറോ ഒക്കെയാണ്. സോ നമ്മൾ സൺസ്ക്രീൻ ഇട്ടു. നെക്സ്റ്റ് ലിബാമാണ്. ഇത് ഇന്നിസ്ഫ്രീ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ലിബാം, ടിൻഡൽ ലിബാമാണ്. ഇതാ ഈ ഒരു കളറാണ്. ഇട്ട് കാണിച്ചു തരാം. ഉണ്ടോ? ലിപ്സ്റ്റിക് ഇടാൻ ഇഷ്ടമല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ലിപ്സ്റ്റിക് ഇട്ടാൽ മതി. ലൈക്ക് ഇത് തന്നെ നൈസാണ്. ലിപ്സ്റ്റിക് ഇടാൻ ഇഷ്ടമല്ലാത്തവർക്കാണെന്നുണ്ടെങ്കിൽ ഇതാ ഈ ഒരു ലിബാം ഇട്ടാൽ മതി. നൈസാണ് സാധനം. ഇല്ല നിങ്ങൾക്ക് കുറച്ച് ലിപ്സ്റ്റിക് ഒക്കെ ഇടണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ പ്രശ്നമൊന്നുമില്ല, നമുക്ക് ഇടാൻ കഴിയും. ഇനി അടുത്ത മെയിൻ പരിപാടി എന്ന് പറയുന്നത്, ഇപ്പം ഇതാണ് നിങ്ങൾ ബേസിക് ആയിട്ട് ചെയ്യാനുള്ള ഒരു സ്ഥലത്ത് പഠിക്കാൻ പോകുമ്പോഴത്തേക്കും ഒക്കെ പോകുമ്പോൾ നിങ്ങൾ ബേസിക് ആയുള്ള സ്കിൻ കെയർ റൂട്ടീൻ, ഫേസ് വാഷ്, സീറം, മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ. സിറം കൺസിഡർ അനുസരിച്ച് നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. സൂപ്പർ ആയിട്ടുള്ള സ്കിൻ ആണെങ്കിൽ സിറത്തിൻ്റെ ആവശ്യമില്ല. മോയ്സ്ചറൈസറും സൺസ്ക്രീൻ യൂസ് ചെയ്യുക. എന്തില്ലെങ്കിലും മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ നിങ്ങൾ മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യണം. പിന്നെ മുഖം കഴുകണം. ഓക്കെ. അപ്പം അത് കഴിഞ്ഞിട്ട് നിങ്ങളിപ്പം കോളേജിൽ പോകുമ്പോൾ നിങ്ങൾക്ക് ഫൗണ്ടേഷനൊക്കെ ഇടുന്നത് യാതൊരു വക നല്ല പരിപാടിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കോളേജിൽ പോകുമ്പോഴത്തേക്ക് ഫൗണ്ടേഷൻ ഇട്ടുകൊണ്ട് പോകണത് അത്ര. ഇപ്പോൾ ഫൗണ്ടേഷൻ നിങ്ങൾ ഇട്ടുണ്ടോ? ഞാൻ ഇട്ടിട്ടുണ്ട്, പോയിട്ടുണ്ട്. എനിക്ക് നിങ്ങൾ നമ്മുടെ വീഡിയോയുടെ ഫസ്റ്റ് തുടക്കം നിന്ന് നോക്കുകയാണെങ്കിൽ എൻ്റെ ലാക്മേയുടെ ഒരു ലിക്വിഡ് ഫൗണ്ടേഷൻ ഉണ്ടായിരുന്നു. ആ ഫൗണ്ടേഷൻ ഇപ്പോഴും ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ആ ഫൗണ്ടേഷനാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അത് എക്സ്പയർ ആയി കഴിഞ്ഞാലും ഞാൻ ഇവിടെ വച്ചിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ട് വാങ്ങിച്ച ഫൗണ്ടേഷൻ അതാണ്. അപ്പോൾ ആ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഞാൻ ഇട്ടുകൊണ്ട് പോകുന്നത് കോളേജിൽ ഓണപരിപാടി, ക്രിസ്മസ് പരിപാടി, അങ്ങനെ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉള്ള സമയത്താണ് ഞാൻ അങ്ങനെയുള്ള സാധനങ്ങൾ ഇട്ടുകൊണ്ട് പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ ഇട്ടുകൊണ്ട് പോകണമെങ്കിൽ ഇപ്പം നിങ്ങളടുത്ത് ഞാൻ പറയാമെന്ന് വെച്ചാൽ കോളേജിൽ പോകുമ്പോൾ ഫൗണ്ടേഷനോ കൺസീലറിൻ്റെ ഒന്നിൻ്റെ ആവശ്യമില്ല. കാരണം അത് കുറച്ച് ഹെവി ആയിട്ട് നിൽക്കും. അപ്പം എനിക്ക് തോന്നുന്നു കുറച്ച് നാച്ചുറലി ഇരിക്കുന്നതാണ് കുറച്ചുകൂടെ ഭംഗി. ഇപ്പം നാച്ചുറലി ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടിൻറ്റുകൾ യൂസ് ചെയ്യാം. സ്കിൻ ടിൻറ്റുകൾ ഇപ്പം മെയ്ബലിനുണ്ട്, ലോറിയലിനുണ്ട്, അങ്ങനെ ഓരോ ബ്രാൻഡ്സിനും ഇങ്ങനെ ടിൻറ്റുകൾ അവൈലബിൾ ആണ്. ടിൻറ്റ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ സൂപ്പർ ആയിരിക്കും. ഇപ്പം എന്ന് പറയുന്നത് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ടിൻറ്റഡ് സൺസ്ക്രീൻ യൂസ് ചെയ്യാം. ടിൻറ്റുള്ള, അതായത് കുറച്ച് കളർ തരുന്ന
അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ അൺഈവൻ സ്കിൻ ടോണൊക്കെ മാറ്റിയിട്ട് ഈവൻ സ്കിൻ ടോൺ തരാൻ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് സൺസ്ക്രീൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇപ്പം ഞാൻ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് ഫെൻഡിയുടെ ടിൻ്റാണ്. ഞാൻ ദുബായി പോയ സമയത്ത് വാങ്ങിച്ചതാണ്. ഇതാണ് ഞാൻ ഇപ്പം ഇടുന്നത്. നോക്കിക്കോണേ, ഞാൻ ജസ്റ്റ് കണ്ണിൻ്റെ അവിടെ മുഖത്ത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഡോട്ടായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഡാബ് ചെയ്ത് കൊടുക്കും. പരിപാടി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. കാരണം ഓവറായിട്ട് ഇടുമ്പോൾ എന്തെന്ന് പറയുക, എനിക്കിഷ്ടമല്ല. ഓവറായിട്ട് എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് ഓവറായിട്ട് ഒന്നത്തെ ദിവസം ഇഷ്ടമല്ലെന്ന് മാത്രമല്ല, എനിക്ക് ഓവർ മേക്കപ്പ് ചേരൂല ഗൈസ്. അതാണ് സത്യം. എനിക്ക് ഓവർ മേക്കപ്പ് എൻ്റെ 7 അയലത്തൂടെ പോകില്ല. അതുകൊണ്ട് ഒരു യൂട്യൂബ് ഷോർട്സിൻ്റെ വീഡിയോയിൽ ചാനലെന്ന് പറഞ്ഞൂടെ അവരെൻ്റെ ഔട്ട്ഫിറ്റിൻ്റെ എന്തോ വർത്ത് വയ്ക്കണമെങ്കിൽ ഞാനിങ്ങനെ പറയുന്നുണ്ട്, എന്തോന്ന് റേറ്റ് എൻ്റെ ഔട്ട്ഫിറ്റിൻ്റെ റേറ്റ് വയ്ക്കണമെങ്കിൽ എനിക്ക് ഭയങ്കര മേക്കപ്പാണ്. കാരണം എന്താണെന്നറിയോ, അന്ന് ഞാൻ യെല്ലോ ലൈറ്റിലാണ് മേക്കപ്പ് ചെയ്തത്. യെല്ലോ ലൈറ്റ് മേക്കപ്പ് ചെയ്തുകൊണ്ട് തന്നെ എനിക്ക് കറക്റ്റായിട്ട് അറിയാൻ വയ്യായിരുന്നു എൻ്റെ ഫൗണ്ടേഷൻ ഷെയ്ഡ്. അപ്പം നല്ല ഓവറായിട്ട് മേക്കപ്പ് ചെയ്തായിരുന്നു. ഓവറെന്ന് വെച്ചാൽ പറയാതിരിക്കാൻ വയ്യ, അത്രയും ഓവറായിട്ട് മേക്കപ്പ് ചെയ്തു. എടുത്തിട്ട് ഞാൻ കഴുത്തിലിട്ടിട്ട് ഇപ്പം തന്നെ നമുക്ക് ഓവറായിട്ട് ഇപ്പം നേരിട്ട് കാണുമ്പോൾ ഉണ്ടല്ലോ ഓവറായിട്ട് ഒന്നും ഇട്ടിട്ടുണ്ടെന്ന് തോന്നില്ല. എൻ്റെ കുഞ്ഞു ഡാർക്ക് സ്പോട്ട്സ് ഒന്നും അങ്ങനെ കവറായിട്ടില്ല. കാരണം അങ്ങനെ ഭയങ്കര കവർ കിട്ടുന്നൊരു സംഭവമല്ല. ജസ്റ്റ് ഒരു ടിൻറ്റ് അൺഈവൻ സ്കിൻ ടോണൊക്കെ മാറ്റിയിട്ട് ഒരു ഈവൻ സ്കിൻ ടോൺ തന്നു, അത്രേ ഉള്ളൂ. ആൻഡ് പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല ആക്റ്റീവ് പിമ്പിൾസ് ഒക്കെ ഉള്ള ആൾക്കാരാണ്, ഓയിൽ പ്രൊഡക്ഷൻ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് പിമ്പിൾസ് ഒക്കെ കൂടുമെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കരുത്. മേക്കപ്പോ ടിൻറ്റോ ഒന്നും യൂസ് ചെയ്യാൻ നിൽക്കരുത്. സ്കിന്നിന് സൺസ്ക്രീൻ കൊടുക്കുക, ജസ്റ്റ് സ്കിന്നിനെ ബ്രീത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് വിടുക. ഒന്നും വാരി അടച്ച് സ്കിന്നിന് പോഴ്സിനെ ക്ലോഗ് ചെയ്യരുത്. അവസാനം കുരു ഇരട്ടിയാവും കുരു. ഇനി അടുത്ത നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഇപ്പം ചോദിക്കും മൈക്രോ ബ്ലേഡിങ് ചെയ്തില്ലേ ചേച്ചി, എന്താണ് ഐബ്രോസ് ഫില്ല് ചെയ്യുന്നത്? ഗൈസ്, ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, നമുക്ക് എത്ര ഐബ്രോസ് കുറവുള്ള ആൾക്കാരാണ് അല്ലെങ്കിൽ ഇപ്പോൾ എത്ര കൂടുതലുള്ള ആൾക്കാരാണെങ്കിലും എത്ര ഐബ്രോസ് ഉള്ളവരാണെങ്കിലും ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോഴോ കോംബ് ചെയ്ത് കൊടുക്കുമ്പോഴോ കാണാൻ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും. അപ്പം ഞാൻ കുറച്ചൊന്ന് ഇപ്പം നിങ്ങൾക്ക് ഡിഫറൻസ് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. നിങ്ങൾ ബിഫോർ ആഫ്റ്റർ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡിഫറൻസ് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. ഞാൻ ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. കണ്ട ഫേസ് മാറിയത് കണ്ട, ഫേസിന് ഒരു മാറ്റം വരും, അത്രേ ഉള്ളൂ. പിന്നെ കോളേജിൽ പോകുമ്പോഴത്തേക്ക് ഓവർ മേക്കപ്പ് ചെയ്യണമെന്ന് ചോദിച്ചാൽ, പിന്നെ മേക്കപ്പ് എന്ന് പറയുന്നത് അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഓവർ മേക്കപ്പ് ചെയ്യണോ എന്നൊക്കെ ഉള്ള നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷേ ബേസിക്കലി ഞാനൊരു കോളേജ് സ്റ്റുഡൻ്റ് ആയിരുന്നത് കൊണ്ടും ഇനി ആകാൻ പോകുന്നത് കൊണ്ടും ഇത് മേക്കപ്പ് ഓവറായിട്ട് ചെയ്യേണ്ട. കാരണം ഓവർ മേക്കപ്പ് അത്ര ഭംഗിയുള്ള കാര്യമല്ല. ഞാൻ ഇപ്പോഴും പറയാം, ഓവർ മേക്കപ്പ് അത്ര ഭംഗിയുള്ള കാര്യമല്ല. നമ്മുടെ മുഖത്തിൻ്റെ ഷേപ്പേ മാറ്റും. ഇപ്പം ആൾക്കാർ വിചാരിക്കുന്നത് എന്നറിയും നമ്മൾ മേക്കപ്പ് ചെയ്യുന്ന വെളുക്കാൻ വേണ്ടിയിട്ടാണെന്ന്. ഒരിക്കലുമല്ല. നമുക്കിപ്പോൾ ഞാൻ ഇപ്പോൾ ഈ ടിൻറ്റിട്ടേനെ എനിക്ക് അൺഈവൻ ടോണുണ്ട്, അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ ടിൻറ്റിട്ടത്. അല്ലാതെ എനിക്കിപ്പം വെളുത്ത് പണ്ടാകണമെങ്കിൽ ഞാൻ നല്ല കൂടി എന്നെക്കാളും 2 ഷെയ്ഡ് ലൈറ്ററായിട്ടുള്ളൊരു കൺസീലറാ ഒരു ഫൗണ്ടേഷനൊക്കെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെറ്റായിരിക്കും. പക്ഷേ ഇത് ആക്ച്വലി എനിക്കിത് നൈസായിട്ട് തോന്നി ഗൈസ്. ടിൻറ്റ് യൂസ് ചെയ്യണത് നല്ലതാണ്. ഇല്ലെങ്കിൽ ടിൻറ്റഡ് സൺസ്ക്രീൻ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നമല്ല. ഇനി അടുത്ത കണ്ണിലോട്ടാണ് എഴുതി കൊടുക്കുക. അപ്പം കണ്ണൊക്കെ ഓരോരുത്തർ പ്രിഫറൻസ് ആണ്. ഇപ്പം എല്ലാവരും ക്യാറ്റ് ഐ അങ്ങനത്തെ ഐയല്ലേ ചെയ്യുന്നത്. നമുക്കും ജസ്റ്റ് അങ്ങനത്തെ ഒരു കണ്ണ് തന്നെ എഴുതാം. കാരണം ഞാൻ ഇപ്പം എന്താ പറയുക, ന്യൂജൻ 2000 പിള്ളേരോടാണ് പഠിക്കാൻ പോകുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ടൈപ്പിൽ മേക്കപ്പ് ചെയ്യാം. അപ്പം ഞാൻ ജസ്റ്റ് കണ്ണിൻ്റെ മുകളിൽ ടൈറ്റ് ലൈൻ ചെയ്യുന്നുണ്ട്, അകത്ത് എഴുതുന്നില്ല. ജസ്റ്റ് അപ്പം ചത്ത കണ്ണിന് ഒരു ഉണർവ് കിട്ടും. ടൈറ്റ് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്, അത് തന്നെ ധാരാളമാണ്. അതിന് ശേഷം നെക്സ്റ്റ് ഞാൻ ഐലൈനർ ചെയ്തിട്ടുണ്ട്. ഇത് കൈലി ജെന്നറിൻ്റെ ഐലൈനറാണ്. കൈലി ജെന്നർ 001 ബ്ലാക്ക് ലിക്വിഡ് ഐലൈനർ പെന്നാണ്. ഇത് ഞാൻ ആർത്തി മൂത്ത് പ്രാന്തായി വാങ്ങിച്ചാണ്. ഞാൻ അങ്ങനെ യൂസ് ചെയ്യില്ല, കാരണം തീർന്നു പോകുന്നു പേടിച്ചിട്ട് ഞാൻ യൂസ് ചെയ്യില്ല. ഞാൻ ഇങ്ങനെ ലുപ്തിച്ചാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പം ഈ ഒരു സന്ദർഭത്തിൽ ലുപ്തിച്ച് ചെറുതായിട്ട് ഒരു വിങ് മാത്രം ഇട്ട് കൊടുക്കുകയാണ്. നോക്കണം എൻ്റെ വിങ് തമ്പുരാനറിയാം, കുറച്ച് ആളായി ഞാൻ കണ്ണങ്ങനെ വിങ്ങൊക്കെ എഴുതിയിട്ട്. നെക്സ്റ്റ് പരിപാടി എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ. കണ്ണ് ഞാൻ ഇത്രേ എടുക്കുന്നുള്ളൂ. കാരണം ന്യൂജൻ പിള്ളേർ കൂടുതൽ ഇങ്ങനെ നഖത്തൊന്നും അങ്ങനെ എഴുതണം ഞാൻ കണ്ടിട്ടില്ല. എഴുതുന്നവരും ഉണ്ട്. അതിനുശേഷം ഞാൻ മറ്റേ മസ്കാരയും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ഫെൻഡിയുടെ തന്നെ മസ്കാരയാണ്. നിങ്ങൾക്കിപ്പോൾ ഫെൻഡിയുടെ തന്നെ വേണമെന്നില്ല, ഈ സ്റ്റെപ്പുകൾ ഫോളോ ചെയ്താൽ മതി. മുകളിൽ എഴുതി താഴെ എഴുതിയിട്ടുണ്ട്. ആക്ച്വലി ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ എൻ്റെ സ്കിന്ന് കണ്ടിട്ട്. കാരണം പിമ്പിൾസ് ഒന്നും ഇല്ലാതെ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുകയാണ് സ്കിന്ന്. നമ്മൾ മസ്കാരയൊക്കെ ഇട്ട് ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത് നമുക്ക് ബ്ലഷ് ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ കാണുന്ന സംബന്ധിച്ചാൽ നമ്മളിപ്പം
എനിക്കറിയാം 20s കിഡ്സിന് ഏറ്റവും ഇഷ്ടം ബ്ലഷാണ്. എനിക്ക് അങ്ങനെ തോന്നില്ല. കാരണം എൻ്റെ അനിയത്തിക്കായാലും എൻ്റെ അനിയത്തിയുടെ ഫ്രണ്ട്സിനായാലും ഞാനിപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ എടുത്ത് നോക്കിയാലും അവരൊക്കെ കൂടുതലും ബ്ലഷിന് പ്രാധാന്യം കൊടുക്കുന്നവരാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ബ്ലഷ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാൻ ഒരു ടൈമിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ബ്ലഷിനെ. കവളി കുരു വന്നപ്പോഴാണ് നിർത്തിയത്. ഇതാ ഇങ്ങനെ ജസ്റ്റ് എടുക്കുന്നു, മൂക്കിൽ 2 ഇവിടെ. ഓക്കെ, കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുള്ളൂ, കുറച്ച്, വളരെ തീരെ മടി. ഇത് തന്നെ ധാരാളം. യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക്ക് ഫാബ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ആണ്. ലിപ്പ് വിപ്പ് ക്രീമാണ്. സോ ഇത് അടിപൊളിയാണ് ഗൈസ്, സീരിയസ്ലി അടിപൊളിയാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് വാങ്ങിച്ചു, എല്ലാവരും ഇരിക്കാൻ വേണ്ടി ട്രൈ ചെയ്ത് നോക്കാൻ വാങ്ങിച്ചാണ്. പക്ഷേ പൊള്ളി ലിപ്സ്റ്റിക്കാണ്. സോ ഇതാണ് നമ്മൾ ലിപ്സിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ ഓവറായിട്ടുള്ള ലിപ് ബാം വരുന്നതൊക്കെ തുടച്ച് കളഞ്ഞ്, അല്ലെങ്കിൽ ലിപ്സ്റ്റിക്ക് ലോങ് ലാസ്റ്റ് ചെയ്യൂല. ജസ്റ്റ് 500 സംതിങ് ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത്. 2 എണ്ണം വാങ്ങിച്ചായിരുന്നു, കാരണം ഒരു കോംബോ ഓഫർ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ 2 എണ്ണം വാങ്ങിച്ചായിരുന്നു. ദിസ് ഗൈസ്, ഈ ഒരു ലിപ്സ്റ്റിക് പൊന്ന് ഗൈസ് അടിപൊളിയാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കും. ഇതാണ് നമ്മുടെ ഓവറോൾ മേക്കപ്പ്. ഇതിൽ നിങ്ങൾ സെറ്റിംഗ് സ്പ്രേ അടിക്കാൻ നിൽക്കണ്ട, കാരണം അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. സെറ്റിംഗ് സ്പ്രേ നമ്മൾ കോളേജിൽ പോകുമ്പോൾ എന്തായാലും വിയർക്കും. ഇപ്പം നിങ്ങൾ AC കാറിൽ പോയി AC കോളേജിൽ ഇരുന്ന് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല. ഇപ്പം ഇല്ല, നമ്മളെ പോലെ നമ്മളിലേക്ക് പോകണം, KSRTC ബസ് കയറി 10 പള്ളും അടിയൊക്കെ ഉണ്ടാക്കിയിട്ട് കയറുകയാണെന്നുണ്ടെങ്കിൽ ലേക്ക് എൻ്റെ ഒന്നും ആവശ്യമില്ല, കാരണം എല്ലാം പകുതി കഴിച്ച് തന്നെ പോകും. സോ അതുകൊണ്ട് സെറ്റിംഗ് സ്പ്രേ അടിക്കണമെന്ന് ഞാൻ പറയില്ല. കാരണം പിന്നെ ഞാൻ പറയുകയാണ്, എന്നും നിങ്ങൾ സ്കിൻ ടിൻറ്റ്, കൺസീലർ, എന്നും മസ്കാര, എന്നും ഐലൈനർ ഒന്നും ഇടണ്ട. ലിപ്സ്റ്റിക് നിങ്ങൾ ഇട്ടോ, അത് ഞാൻ പറയില്ല. കാരണം ഇപ്പം കുറച്ച് ദിവസം ബ്രേക്ക് കൊടുക്കുക, സ്കിന്നിന് ബ്രേക്ക് കൊടുക്കണം. ശനി ഞായർ മേക്കപ്പ് പോണില്ല എന്നുണ്ടെങ്കിൽ മേക്കപ്പ് തൊടാനേ നിൽക്കരുത്. ആ ഒരു ടൈമിൽ നിങ്ങൾ സ്കിൻ കെയർ ചെയ്യണം. സ്കിൻ റിജുവനേഷന് വേണ്ടിയിട്ട് മാസ്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണം, നന്നായിട്ട് വെള്ളം കുടിക്കണം, നന്നായിട്ട് ഫ്രൂട്ട്സും വെജിറ്റബിൾസ് ഒക്കെ നന്നായിട്ട് കൺസ്യൂം ചെയ്യണം, ഫൈബർ അടങ്ങിയിട്ടുള്ള ഫുഡ് കഴിക്കണം, വൈറ്റമിൻസ് അടങ്ങിയിട്ടുള്ള ഫുഡ് കഴിക്കണം. കാരണം ഇത് ഭയങ്കര ലേറ്റായിട്ട് മനസ്സിലാക്കുന്ന ഒരാളാണ് ഞാൻ. പണ്ട് ചിക്കനും ബീഫൊക്കെ മട്ടനൊക്കെ ഇങ്ങനെ തിന്ന് നടന്ന സമയത്ത് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു ഫൈബറൊക്കെ ഡൈജഷൻ പ്രോപ്പറായിട്ട് കൊടുക്കണം എന്നുള്ളത്. ഇപ്പം നമ്മൾ നാട്ടിൽ പറയില്ലേ, നമ്മൾ സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കണം എന്നൊക്കെ ഉള്ള പോലെ തന്നെ ഫുഡ് എഡ്യൂക്കേഷനും നമ്മുടെ ആ ഒരു എഡ്യൂക്കേഷനോട് എല്ലാവർക്കും കൊടുക്കണം. എന്നാൽ നമുക്ക് ഡയറ്റിൽ ഇന്നത് വേണം, നമുക്ക് ഇന്നത് വേണം എന്നുള്ള സംഭവമാണ് നമ്മൾ കൊടുക്കണം. നമ്മൾ മറ്റേ ആർത്തിമുത്ത് പ്രാന്തായി തിന്ന് നടക്കുമ്പോഴത്തേക്ക് ഡൈജഷന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊന്നും പ്രോപ്പറായിട്ട് കൊടുത്തോണ്ടിരുന്നില്ല. സോ അപ്പോൾ അതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ലുക്ക്. ഇനി തലയെ കെട്ടിയിട്ട് മെനഞ്ഞിട്ട് വരാം. നമ്മളിതാ തല കെട്ടിക്കഴിഞ്ഞു. ഞാനൊരു സ്കാർഫാണ് കേട്ടോ വെച്ചത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എല്ലാവരും എന്നെ കൊളുന്ത് നുള്ളാൻ പോകണം, അങ്ങനത്തെ സംഭവമാണ് ആ ഒരു ടൈപ്പ്. അതിനുശേഷം ഒരു പൊട്ട് വയ്ക്കണം, കാരണം വെസ്റ്റേൺ വിയറാണ് ഇട്ടേക്കുന്നത്. പിന്നെ ഒരു കുഞ്ഞു പൊട്ട് തൊടാൻ എൻ്റെ മനസ്സ് വെമ്പുന്നു ഗൈസ്. കൊള്ളാമോ എന്തോ എനിക്കങ്ങനെ വെമ്പി. പിന്നെ ഞാൻ ദാണ്ട ഒരു ഇയറിങ്സ് ഇട്ടിട്ടുണ്ട്, ഒരു ഹൂപ്സ്, ഗോൾഡൻ ഹൂപ്സ് ഇട്ടിട്ടുണ്ട്. ആൻഡ് ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഇത് നമ്മുടെ ID കാർഡൊക്കെ ഇട്ടുകൊണ്ട് നമുക്ക് കോളേജിൽ പോവാം. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഏത് കോളേജിലാണ് പോകണതെന്ന്. ഞാൻ പോകുന്നത് എനിക്കറിഞ്ഞൂടാ ഗൈസ്. എനിക്കിങ്ങനെ ഏതെങ്കിലുമൊക്കെ കോളേജിൽ പോകാൻ തോന്നുന്നുണ്ട്. എനിക്ക് ചില സത്യം വേണ്ട, ചില സമയത്ത് എനിക്ക് ഇങ്ങനെ ഒരുങ്ങി പഠിക്കാനൊക്കെ പോകാൻ തോന്നും. എന്നിട്ട് ആക്ച്വലി എനിക്കറിയാം ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ ചാടാമെന്ന് പറഞ്ഞിരുന്ന ഒരാളാണ്. പക്ഷേ ഇങ്ങനെ പോയിട്ട് എനിക്ക് കുറേ നേരം ഫ്രണ്ട്സുമായിട്ടൊക്കെ സ്പെൻഡ് ചെയ്ത് കുറേ കോമഡിയൊക്കെ പറഞ്ഞ് ചിരിച്ച് നമ്മൾ കോളേജിലൊക്കെ ഇരിക്കൂലേ. എനിക്കിപ്പോഴും വേണ്ട, ഞാൻ ഗോപിയും കൂടെ ഒരു കനാലുണ്ട്, അവിടെ ഞങ്ങൾ കാലിട്ടിരുന്ന് ഓപ്പോസിറ്റ് ഇരുന്ന് ഓരോന്നൊക്കെ പറഞ്ഞിരിക്കുമായിരുന്നു. എല്ലാ ക്ലാസ്സും കട്ട് ചെയ്ത് ആ ഒരു ടൈമിൽ. ഓക്കെ അങ്ങനെ നൊക്ലാച്ചി അടിച്ചു. സോ ഇതെന്ന് പറയണത് ഞാൻ പാസ്റ്റിൽ ഇനി ഒരു ടൈം ഇത് കിട്ടി എൻ്റെ ഈ പ്രോഡക്ട്സ് ഒക്കെ ഉണ്ട്, അല്ലെങ്കിൽ എൻ്റെ ഇങ്ങനത്തെ സൗകര്യമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കോളേജിൽ പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതൊക്കെ ചെയ്യും. കാരണം എനിക്കൊരു മുമ്പൊന്നും എനിക്കിവിടെ ഫൗണ്ടേഷൻ വെച്ച് എനിക്ക് ആലോചിക്കാൻ വയ്യ, ഒരു മസ്കാരയൊന്നും ഞാൻ കണ്ടിട്ടില്ല കോളേജിൽ പഠിക്കുന്ന സമയത്ത്. അപ്പം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ വെളിച്ചെണ്ണ ഒരു കോലിത്തൊട്ടി ഇങ്ങനെ തേക്കുമായിരുന്നു, കാരണം അതിങ്ങനെ നിവർന്നിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ എനിക്ക് പോകാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതേ കണക്കായിരിക്കും പോകുന്നത്, ഇതേ കണക്ക് മേക്കപ്പ് ലുക്കൊക്കെ ചെയ്തിട്ടായിരിക്കും പോകുന്നത്. സോ നിങ്ങൾ കോളേജിൽ പോകുന്നത് ഇപ്പം നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പം നമുക്ക് അഫോർഡബിൾ ആണ്, പല സാധനം അഫോർഡബിൾ ആണ്. കാരണം ഇപ്പം നമുക്ക് 120 രൂപയ്ക്കായാലും 100 രൂപയ്ക്കായാലും ലിപ്സ്റ്റിക്കും ലിപ് ബാമും അല്ലെന്നുണ്ടെങ്കിൽ മസ്കാരയും ഐബ്രോ പെൻസിലൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. സോ ഗൈസ് ഇതാണ് ഞാൻ കോളേജിൽ പോകാൻ ആഗ്രഹിക്കുന്ന ലുക്ക്. അപ്പോൾ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. സോ ഗൈസ് ടാറ്റാ ബൈ ബൈ.